ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ആഴ്ച എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. മഴയും അതുമാതിരി കറണ്ട് ഇല്ലാത്ത അവസ്ഥയൊക്കെ കാരണം കൊണ്ട് നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും മരം വീഴലും അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരെന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ വയനാട് ഉണ്ടായി. ഇപ്പോഴും ആ ദുരന്തത്തിൽ നിന്നും അവർ കരകയറിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ യൂട്യൂബ് ചാനൽ തുറന്നു നോക്കി ആദ്യം കാണുന്ന കാഴ്ച ഒരുപാട് പേരെന്നെ ഇനിയും കിട്ടാനുണ്ട്. ഉറ്റവരും ഉടയവരും കൺമുന്നിലൂടെ ഒലിച്ചു പോകുന്നതും മരണപ്പെടുന്നതും കണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കൊന്നും ഇല്ലാലേ എന്ന് നമ്മൾ ആശ്വസിച്ച് പോകും. കാരണം അത്രയും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ദൈവം എല്ലാ സംഭവങ്ങളിൽ നിന്നും കരകയറാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ്സുള്ള ഒരു ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ അവിടെയും സ്ഥാപനത്തിലും ക്ലാസ്സുകളും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ ക്ലാസ്സൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഞാനവിടെ ക്ലാസ്സിൽ ചെന്ന് എഴുതും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വരുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ശങ്കരേട്ടൻ വന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് ആൾ ഭയങ്കര പാവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രാക്ടീസുള്ളൊരു ദിവസം കൂടിയാണ്. ക്ലാസ്സും ഉണ്ട് പ്രാക്ടീസും ഉണ്ട്. അപ്പോൾ 2 പേര് വന്നു, അപ്പു മുത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേശ്ശെ ബാക്കിയുള്ള പിള്ളേരൊക്കെ വന്നു തുടങ്ങി. അവരെല്ലാവരും കൂടി കല്യാണ പ്രോഗ്രാമിനുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവർ ആ പാട്ട് കൂടി കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ എത്രത്തോളം അവർ പ്രാക്ടീസ് ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിക്കേണ്ട സമയമായി. അപ്പം ഞാൻ തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചപ്പാത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് പനീർ കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അവിടെ മരുന്നിന് വില കുറവുണ്ടാവും. അവിടെ നിന്ന് എഴുതി തന്ന മരുന്നാകുമ്പോൾ ആ പരിസരങ്ങളിൽ വില കുറവുണ്ടാവും. അപ്പോൾ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ് മരുന്ന് മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ദുബായ് പാലസിൽ ഇപ്പോൾ കല്യാണങ്ങളൊന്നും ഇല്ല കേട്ടോ. കർക്കിടക മാസമൊക്കെ ആയ കാരണം കല്യാണങ്ങളൊക്കെ കുറവാണ്. ഈ മാസം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് കിടക്കുന്നതോട് കൂടിയിട്ട് കല്യാണങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നോക്കിയത് എന്താ വെച്ചാൽ അവർ പ്ലാവിൻ്റെ മുകളിൽ റോപ്പ് കെട്ടി പ്രാക്ടീസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ ചുമ്മാ നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ പ്രസിഡൻസി കോളേജ് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒരുപാട് ദൂരമൊക്കെ ഇരിക്കുമ്പോൾ ഡിസ്കിന് വേദനയൊക്കെ വരും. പക്ഷേ യാത്ര പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വൈബാണ്. അപ്പോൾ ആ സമയത്ത് അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴയൊക്കെ വരുന്നതിന് മുന്നേ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് ബാക്കിൽ കുറച്ച് വില്ല പോലെ കുറച്ച് വീടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല പൈസ ഉണ്ടാവും അതിന്. അത്യാവശ്യം ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് തന്നെ അവിടെ ഒരു വില്ലയൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനവിടെ നിന്ന് ഞാൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തേക്ക് പോയില്ല. ഞാൻ വഴിക്കൽ നിൽക്കുക ചെയ്തത്. അപ്പോൾ ശങ്കരേട്ടൻ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവിടെ ട്രാക്ടറൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് സമാധാനത്തിൽ പോലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ കുറവായതിൻ്റെ പേരിലാണ് പരിസരമൊക്കെ അത്രയും വൃത്തിയിൽ കിടക്കുന്നത്. ഇപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി അവരിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ താഴെയൊക്കെ റോട്ടിൽ നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നു. ഒരുപാട് കടകളുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി. ശരിക്കും പറഞ്ഞാൽ ആ മഴ സ്റ്റാർട്ടിങ് ദിവസങ്ങളിൽ ഞങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്നു. അന്ന് പ്രാക്ടീസുള്ളൊരു ദിവസമായതുകൊണ്ട് ഞങ്ങൾ മഴയത്ത് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴെ വന്നപ്പോൾ നമ്മുടെ പ്രീതേശ്വര അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ മുകളിലേക്ക് പോയത്. അപ്പോൾ ശങ്കരേട്ടൻ കുറച്ച് കുട്ടികൾ എടുക്കാണ്ടായിരുന്നു. അവരെടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ ഫാൻസി ഷോപ്പിലുള്ള മഹിമ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് ചിരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര നാണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതാണ്. അപ്പോൾ ശങ്കരേട്ടൻ കുട്ടികളെയും കൊണ്ട് വന്നു. അത് ആളുടെ ചേട്ടൻ്റെ കുട്ടികളാണ്.
അപ്പോൾ അവർ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സിന് അവരുണ്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സിന് തന്നെ ആര്യന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവൻ വന്ന് നിൽക്കുന്നുണ്ട്, അവിടെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യിപ്പിക്കും. കുട്ടികൾ പ്രാക്ടീസിന് വന്നാലും അതുമാതിരി അവർ ഡാൻസ് പ്രാക്ടീസിന് വരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും സൈൻ ചെയ്യണം. വന്ന ടൈമും പോണ ടൈമൊക്കെ എഴുതി സൈൻ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ആദ്യം സൈൻ ചെയ്തു. അതുമാതിരി ടീച്ചേഴ്സിനും സൈൻ ചെയ്യാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ വന്ന ടൈമും പോണ ടൈമും എഴുതി വെക്കുന്നതൊക്കെ അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 3 to 5 ക്ലാസ് ഉള്ളത്. അപ്പോൾ ഗൗരി നന്ദ എന്നാണ് കേട്ടോ ഈ മോളുടെ പേര്. അവൾ മുടി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്ലിപ്പാവുമ്പോൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ ചവിട്ടി വലിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ മുടി കെട്ടി വരാത്തതുകൊണ്ട് ഞാനത് മുടി നന്നായി കെട്ടി വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ പിള്ളേർ അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അവർക്ക് ബെഡിൻ്റെ മുകളിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്യാമറമാൻ ശങ്കരേട്ടനായിരുന്നു. ആ ക്യാമറ കൊണ്ടുവരുമ്പോൾ ഇവർ ഓരോരുത്തർ മുഖം പൊത്താണ് കേട്ടോ. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് വരെ പുച്ഛം. ചുമ്മാ പറയാണ്, വെറുതെ പറയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ അവളും ഇവരെല്ലാവരും മുഖം പൊത്തുന്നുണ്ട്. അപ്പോൾ അവൾ മുഖം പൊത്തുണ്ടായി. പിന്നെ ഒരു കുട്ടി വയ്യാണ്ട് കിടക്കണ്ടായിരുന്നു കേട്ടോ. പ്രാക്ടീസിൻ്റെ ഇടയിൽ അവന് തലവേദനയെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കണുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ക്ലാസ് തുടങ്ങണായിട്ട് മുന്നേ തന്നെ ചുമ്മാ അങ്ങനെ ഓടി വയ്യാണ്ടാവും. എന്നിട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ അവർക്ക് തീരെ പറ്റാണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവാറ്. അങ്ങനെ ഞാൻ അവളെ മുടി കെട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുടി കെട്ടൽ കഴിയാറായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ കാർഡ് വീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അവൻ. അപ്പോൾ അത് ഇവള് പറയണുണ്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മൂപ്പര്. അങ്ങനെ കണ്ടോ അവൻ അങ്ങനെ ഒതുങ്ങിയിരിക്കില്ലോ, ഒട്ടും ഒതുങ്ങിയിരിക്കില്ല. അവൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് മറിഞ്ഞ് ഓരോ അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പിള്ളേർ അങ്ങനെ എപ്പോഴും ആക്റ്റീവായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അവർ ചേട്ടന്മാർ പ്രാക്ടീസ് ചെയ്യണത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ 3 മണി തൊട്ട് 5 മണി വരെ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സും 5 മണി തൊട്ട് 6 മണി വരെ വെസ്റ്റേണിൻ്റെ ക്ലാസ്സും 6 മണി തൊട്ട് 7 മണി വരെ ക്ലാസിക്കലിൻ്റെ ക്ലാസ്സുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പിൻ്റെ ക്ലാസ് തുടങ്ങി എല്ലാ കുട്ടികളും വന്നു. അപ്പോൾ ആദ്യം സ്കിപ്പിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയും കുട്ടികളുണ്ട്. പക്ഷേ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്കൂളില്ലാത്ത കുട്ടികൾ മാത്രമാണ് കേട്ടോ നമുക്ക് അവിടെ ക്ലാസ്സിന് വരാറുള്ളൂ. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെച്ച് ചെയ്യിപ്പിക്കുകയാണ് അവനെ കൊണ്ട്. അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ശങ്കരേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. രഞ്ജിത്ത് എന്നാണ് പേര്. അപ്പോൾ ആൾ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാറുണ്ട്. അവർ രാത്രിയാകുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാൻസിൻ്റെ പ്രാക്ടീസിന് വന്ന കുട്ടികളുടെ പ്രോപ്പർട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ എന്തോ ബഹളം കേട്ടിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കല്യാണം ഉണ്ട്. കല്യാണത്തിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇറക്കണുണ്ടായിരുന്നു അവർ. അപ്പോൾ ഞാനത് ജസ്റ്റ് അവിടേക്കൊന്ന് നോക്കിയതിന് ശേഷം അപ്പോൾ നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഇതൊക്കെ വീഡിയോ എടുക്കും. എന്നിട്ട് പിന്നെ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും വെറുതെ കണ്ട് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ എഡിറ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളയട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ശങ്കരേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അങ്ങനെ എല്ലാവർക്കും തല കുത്തിമറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയായിരുന്നു. ഈ ഒരു സംഭവം ചെയ്ത് പഠിച്ചപ്പോൾ എനിക്കും ഈ തലകുത്തിമറിച്ചിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവം കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും മാഷ് കുറച്ച് നേരം കൂടിയും ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ചെയ്യാത്ത കുട്ടികൾക്ക് അതെങ്ങനെ ചെയ്യണ്ടേന്നുള്ളത് കറക്റ്റ് ശങ്കരേട്ടൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആർക്കും അങ്ങനെ മടിയൊന്നുമില്ല. ഒരുവിധം വേദനയൊക്കെ ഉള്ള സംഭവമാണ്. എന്താ പറയുക, സ്ട്രെച്ചും അതുമാതിരി ഫ്ലെക്സിബിലിറ്റി ഫ്ലിപ്പിൻ്റെ ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ വെസ്റ്റേണിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ നിന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7 മണി വരെയൊക്കെ നമ്മുടെ ക്ലാസ് ഉണ്ടാവും. വെസ്റ്റേണിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ക്ലാസിക്കലിൻ്റെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 6:30 വരെയൊക്കെ നിൽക്കാറുണ്ട്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുട്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി ഡ്രൈവ് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇരുട്ടാവണതിന് മുന്നേ തന്നെ ക്ലാസ്സിൽ നിന്ന് പോരും. അപ്പോൾ വെസ്റ്റേണിൻ്റെ ക്ലാസ്സിന് വന്നിട്ടുള്ള 2 കുട്ടികൾ അവരുടെ പാരൻസ് വരാത്ത കാരണം കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചുമ്മാ അങ്ങനെ വർത്തമാനം പറയട്ടെ. അപ്പോൾ അവർ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവരെന്നെ കളിയാക്കുകയാണ്, ചേച്ചി വെറുതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചാനലിൽ ഹായ് പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ചുമ്മാ അങ്ങനെ സൈഡിലുള്ള പല്ല് കോമ്പല്ലൊക്കെ ആയിട്ട് കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ സൂം ചെയ്തപ്പോൾ അവൻ നാണായിട്ട് അത് മാറ്റി. അങ്ങനെ ഞാൻ എന്താ വീട്ടിലെത്തി. വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ നമ്മുടെ ആ ഒരു ദിവസത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അതായിരുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി നമ്മുടെ പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ കുന്നും മലയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ആൾക്കാർ പരിശോധിക്കുകയും അതുമാതിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവസഹായം കൊണ്ട് ഞങ്ങളുടെ വീട് ഒരു കയറ്റമല്ല ഇറക്കമല്ലാത്തൊരു സ്ഥലമായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നന്നായിരിക്കുക, സുഖമായിരിക്കുക. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ബൈ ഗായ്സ്.